2026 സക്സസ് ആവാൻ ഞാൻ ഒരു ടിപ്പ് പറഞ്ഞിട്ടെ. നമ്മളെ ലൈഫിൽ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ലൈഫിൽ ഫുള്ള് ബിസിയാണ്. നമുക്ക് ഒന്നിനും സമയമില്ല. എന്തൊക്കെയോ കാര്യങ്ങളിൽ ഡേ മൊത്തം നമ്മൾ തിരക്കിലാണ്. പക്ഷെ നമ്മളൊന്ന് തനിച്ചിരുന്നൊന്ന് ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈവനിംഗ് ഒക്കെ നമ്മളൊന്ന് തനിച്ചിരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. നമ്മുടെ ലൈഫ് ബിസി ആയിരിക്കുന്ന ഭയങ്കര അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളിലാണ്. നമ്മളെ ലൈഫിൽ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഈ പറയാൻ പോകുന്ന 4 കാറ്റഗറിയിലാണ് വരിക. ഇത് നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് ലൈഫിൽ സക്സസ് ആവാൻ കഴിയും. ഇത് എൻ്റെ ഉറപ്പാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും അത് ലിസ്റ്റായിട്ട് എഴുതുക. എന്നിട്ട് നിങ്ങൾ അതിന് ഈ 4 കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. അതിൽ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, മോസ്റ്റ് അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് കാറ്റഗറി ആയിട്ട് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഭയങ്കര അർജന്റ് ആയിട്ടുള്ള, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ദെൻ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ അർജന്റ് ബട്ട് നോട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ലിസ്റ്റിലെ മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങളും ഇതിലാണ് വരിക. നിങ്ങൾക്ക് ഭയങ്കര അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, പക്ഷെ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല. നമ്മുടെ ലൈഫിൽ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. അപ്പോൾ നമ്മളുടെ മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങളും ഇതിലാണ് വരിക. അർജന്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് നമ്മൾ എന്തായാലും ചെയ്യും. ദെൻ പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് മോസ്റ്റ്ലി ഇതായിരിക്കും. ദെൻ തേർഡ് കാറ്റഗറി പറഞ്ഞാൽ നോട്ട് അർജന്റ് ബട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതാണ് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ. പക്ഷേ ഇതിലാണ് ആരും ഫോക്കസ് കൊടുക്കാത്ത കാര്യങ്ങൾ. ദെൻ ലാസ്റ്റ് വണ് നോട്ട് ഇമ്പോർട്ടൻറ്റ് നോട്ട് അർജന്റ്. ദെൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് മോസ്റ്റ് അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത് തീർക്കാം. ദെൻ അതിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് നോട്ട് അർജന്റ് ബട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കൂടുതൽ ടൈം നമ്മൾ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലൈഫിൽ എന്തായാലും സക്സസ് ആവും. ദെൻ പിന്നീട് വേണം നമ്മൾ അർജന്റ് നോട്ട് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ചെയ്യാൻ. നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നോട്ട് അർജന്റ് ആൻഡ് നോട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ 2026 നിങ്ങൾ എന്തായാലും സക്സസ് ആവും.